പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോള വിപണികളിൽ ഏറ്റവും കൂടുതൽ ആഘാതം നേരിട്ടത് ഇന്ത്യൻ ഓഹരി വിപണിക്കാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ നിന്ന് 4,50,000 കോടി രൂപയാണ് നഷ്ടമായത്. യുദ്ധസാഹചര്യത്തെ തുടർന്ന് ടെഹ്റാനിലെ ഓഹരി വിപണികൾ 80 ദിവസം പ്രവർത്തനരഹിതമായിരുന്നു. ദുബായ് വിപണിയിൽ 15 മുതൽ 18% വരെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിഫ്റ്റി സൂചികയിൽ 7.5% ഇടിവുണ്ടായി. എന്നാൽ ദക്ഷിണ കൊറിയയിലെ കോസ്പി, ജപ്പാനിലെ നിക്കൈ സൂചികകൾ തിരിച്ചുവരവ് നടത്തിക്കഴിഞ്ഞു. ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് സൂചിക നഷ്ടം കുറച്ചപ്പോൾ യുഎസിലെ S&P, നാസ്ഡക് സൂചികകൾ പുതിയ റെക്കോർഡുകൾ കുറിച്ചു. ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവും രൂപയുടെ മൂല്യത്തകർച്ചയും കാരണം ഈ വർഷം ഇതുവരെ 2,62,000 കോടി രൂപയാണ് വിദേശ നിക്ഷേപകർ പിൻവലിച്ചത്. കഴിഞ്ഞ 100 ദിവസങ്ങളിൽ PSU ബാങ്ക് ഇൻഡെക്സിന് 16% ഇടിവുണ്ടാവുകയും 3,60,000 കോടിയുടെ കുറവ് സംഭവിക്കുകയും ചെയ്തു. ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ 9.45% ഇടിവുണ്ടായി. IOC, ടാറ്റ മോട്ടോഴ്സ് ഓഹരികളിൽ 26%, അശോക ലെയ്ലൻഡ് ഓഹരിയിൽ 30%-ലധികവും ഇടിവ് നേരിട്ടു. എങ്കിലും സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് സൂചികകൾ ചെറിയ നേട്ടത്തിൽ തുടരുന്നത് ഇന്ത്യൻ വിപണിയിലെ പ്രതീക്ഷകൾക്ക് വക നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.